ഇരിക്കുകയാണ്. അപ്പം എങ്ങനെയുണ്ടായിരുന്നു പ്രേക്ഷകരോട് കണ്ടപ്പോൾ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ടെൻഷൻ എടുത്താണ് ആദ്യം കണ്ടത്, കാരണം ആക്ഷൻ സീക്വൻസ് ഒക്കെ ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കുറച്ചുള്ളെങ്കിലും അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ഐ വെരി ഹാപ്പി. പിന്നെ ഇത്രയും വലിയൊരു സിനിമ, ഒരുപാട് ഇഷ്ടമുള്ള കുറേ ആക്ടേഴ്സും സ്റ്റാർസ് ഒക്കെ ഉള്ള സിനിമ. എങ്ങനെയുണ്ട് ശരിക്കും ഇപ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ കൽക്കി എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ പ്രഭാസ് ഈ ലെജൻഡറി ആയിട്ട് അമിതാഭ് ബച്ചൻ, കമൽഹാസൻ ശരിക്കും ആ സംസാരിക്കുന്ന സമയത്തുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു? സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു? ഞാൻ 2 വർഷമായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു സിനിമ വരാൻ. കാരണം 2 വർഷമായിട്ട് എനിക്ക് എങ്ങും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു സിനിമ. കാരണം വെച്ചാൽ അത് അത്രയും അവര് എക്സ്ക്ലൂസീവ് ആയിട്ട് വെച്ചിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. സോ അപ്പം അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ഇതിനെപ്പറ്റി സംസാരിക്കാനാണ്. ഇപ്പം എല്ലാവരും അപ്പൊ ബാക്കി നോക്കുമ്പോൾ നമുക്ക് ശരിക്കും ചെറിയൊരു സീനാണെങ്കിലും ഫൈറ്റ് സീൻ ഉണ്ട് അല്ലേ? അപ്പൊ അച്ഛനോട് സംസാരിച്ചപ്പോ അച്ഛൻ പറഞ്ഞു ആ സമയത്തൊക്കെ ചെറിയൊരു പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അച്ഛനിപ്പോ പണം കണ്ടിട്ടുണ്ട്. അപ്പം എങ്ങനെയുണ്ടായിരുന്നു അച്ഛൻ കണ്ടതിന്? അച്ഛനും ഭയങ്കര ഹാപ്പിയാണ്. അച്ഛൻ ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞ് ഇതുപോലെ പരിക്കൊക്കെ പറ്റി കഴിഞ്ഞപ്പോഴേക്കും അപ്പൊ പറഞ്ഞത് സിനിമ കഴിയുമ്പോഴേക്കും അതൊക്കെ മറന്നോളും, വേദനയൊക്കെ വലിയ കാര്യങ്ങളല്ല. കാരണം ഇത്രയും എല്ലാവരും ഇതുപോലെ ഇങ്ങനെ ഇത്രയും വർക്ക് ചെയ്തിട്ടാണ് ഇപ്പൊ ആക്ഷൻ സീക്വൻസ് ഒക്കെ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. നമ്മളുടെ കുറെ ആക്ടേഴ്സ് ഒക്കെ ഇതേപോലെ കുറെ പരിക്കുകളൊക്കെ കഴിഞ്ഞിട്ടാണ് സിനിമ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞിട്ടായിരുന്നു. പിന്നെ സിനിമ വരുമ്പോ ചിലപ്പോ ഇത് മൊത്തത്തിൽ ഉണ്ടാവില്ല, ചിലപ്പോ പരിക്ക് വെച്ച പരിപാടിയൊക്കെ കട്ടൊക്കെ ചെയ്ത് കളഞ്ഞേക്കാന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ ഭാഗ്യവശാൽ ഞാൻ ചെയ്ത പരിപാടിയൊക്കെ അതിൽ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ശരിക്കും കളിക്കുന്ന സിനിമയിലേക്ക് എത്തിപ്പെടുന്നത്? എങ്ങനെയാണ് ശരിക്കും? എനിക്ക് വൈജയന്തി മെയിൽ അയക്കുക ചെയ്തത് ഇങ്ങനെ ഒരു സിനിമ. ഒരു പക്ഷെ എന്താണെന്നൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ ഒരു പ്രൊഡക്ഷനിൽ ഇത്ര സ്റ്റാർസ് വെച്ചിട്ട് ഒരു സിനിമ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൊരു ചെറിയൊരു റോള് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോന്ന് വെച്ചിട്ടാണ് മെയിൽ വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നാഗേശ്വൻ സാറിന്റെ ഒരു സൂം വീഡിയോ കോൾ ഉണ്ടായിരുന്നു. അപ്പൊ സൂമിൽ എനിക്ക് കഥ പറഞ്ഞ് തന്നു, ക്യാരക്ടർ പറഞ്ഞു തന്നു. കഥ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ആർക്ക് മാത്രം എനിക്ക് പറഞ്ഞു തന്നിട്ട് ഇങ്ങനെ ഒരു പരിപാടിയാണ്, ഫ്യൂച്ചറിസ്റ്റിക് എക്സ്പെരിമെന്റൽ പരിപാടിയാണ് ചെയ്യുന്നത്, ഒരു ലാർജർ ക്യാൻവസിൽ വരുന്ന സിനിമയാണ് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണ് പക്ഷെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് വേറെ ലാംഗ്വേജസിൽ നിന്നൊക്കെ ഒരുപാട് ഫീഡ്ബാക്സ് കിട്ടുന്നുണ്ട്. തെലുങ്കാണെങ്കിലും തമിഴാണെങ്കിലും ഒരുപാട് പേര് പടം കണ്ടു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത്രയും റീച്ച് കിട്ടുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. അപ്പം എനിക്കത് ഭയങ്കര സന്തോഷം. മലയാളത്തിൽ മഞ്ജു ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. മഞ്ജു ചേച്ചിക്ക് കണ്ടിട്ട് പടം ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. പിന്നെ ശ്യാമേട്ടൻ സിനിമ കണ്ടിട്ട് ശ്യാമേട്ടൻ ഉണ്ണിച്ചേച്ചി കണ്ടിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഡേ ഫസ്റ്റ് ഡേ അവർ പോയി കണ്ടായിരുന്നു. അവർക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേര്. പിന്നെ ഞാൻ അമ്മയുടെ മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ എല്ലാവരും കണ്ടവരും കാണാത്തവരൊക്കെ കുറെ അപ്രീഷിയേറ്റ് ചെയ്തായിരുന്നു. കാരണം അങ്ങനത്തെ ഒരു സിനിമയാണല്ലോ. അപ്പൊ കണ്ടിട്ടില്ലെങ്കിൽ പോലും അതിന്റെ ഒരു സ്കെയിൽ എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് അവര് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരാളങ്ങനെ ചെല്ലുക എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കേരളത്തിൽ വിതരണം എടുത്തിരിക്കുന്ന ഡിക്യുവിന്റെ കമ്പനിയാണ്. എങ്ങനെയാണ് ഡിക്യു എന്തെങ്കിലും? ഞങ്ങളായിട്ടിപ്പോ ഡിക്യു എടുത്തേക്കെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കേഫാരസിന്റെ പോസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ഡിക്യു എനിക്ക് മെസ്സേജ് അയച്ചാൽ സ്റ്റോറി ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഓൾ ദ ബെസ്റ്റിലൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്, അവർ ഇങ്ങനെ അടിപൊളിയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പൊ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഓക്കെ, പിന്നെ ഇപ്പൊ രണ്ടാം പാട്ട് ഞങ്ങളും പാട്ടിന്റെ കാര്യം എനിക്കും അറിയില്ല. ഞാനും ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കാനും കമൽ സാർ അങ്ങനെ ഒരു പീക്കിൽ വെച്ചാൽ നിർത്തിയിട്ടുണ്ട്.